ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഫംഗ്ഷന് പോകുന്ന സമയത്ത് എങ്ങനെ സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് നന്നായിട്ട് പോവാം, പ്രത്യേകിച്ച് അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള കുറെ ടിപ്സും കൂടി ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമ്മൾ കലണ്ടർ എടുത്ത് വെച്ചിട്ട് എത്ര ഫംഗ്ഷൻ നമുക്ക് ഈ ഒരു മാസത്തിൽ പോകാനായിട്ടുണ്ട്, അത് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എൻഗേജ്മെന്റ് ആവാം, കല്യാണം ആവാം, പെരുന്നാളുകൾക്ക് പോകുന്നതാവാം, എന്നും ആവാം, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് എല്ലാം തന്നെ കലണ്ടറിൽ മാർക്ക് ചെയ്യാം. ഇതിൽ ഏതൊക്കെ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നും കൂടി മാർക്ക് ചെയ്ത് വെക്കാം. അതെന്താ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ജോലിക്കാരൊക്കെ ആവുമ്പോൾ എല്ലാ ഫംഗ്ഷനും പോകാൻ പറ്റണമെന്നില്ല, നമ്മുടെ ലീവ് അനുസരിച്ചൊക്കെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതനുസരിച്ച് നേരത്തെ കൂട്ടി ലീവ് ഒക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ അതനുസരിച്ച് ലീവ് പറയാനും കാര്യങ്ങൾക്കൊക്കെ കലണ്ടറിൽ ഇത് കൃത്യമായി നോട്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം തന്നെ എക്സാമുകളൊക്കെ എഴുതുന്ന, ഇപ്പോൾ ചിലപ്പോൾ അമ്മമാർ തന്നെ പഠിക്കുന്നവരുണ്ടാവും, ഇല്ലെങ്കിൽ സ്റ്റുഡൻസ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എക്സാമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ കൂട്ടി ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം സൺഡേ ഫംഗ്ഷന് പോയി മൺഡേ എക്സാമിനൊക്കെ പോകാന്ന് വെച്ചാൽ പഠിച്ചിട്ടൊന്നും ഇല്ലെങ്കിൽ പിന്നെ ആകെ ബുദ്ധിമുട്ടാവും. അപ്പൊ നമ്മുടെ മക്കൾക്കായാലും എക്സാം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ കുട്ടിയൊക്കെ പഠിപ്പിച്ച് വെക്കുകയാണെങ്കിൽ ആ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ നമുക്ക് അത്ര ടെൻഷൻ ഉണ്ടാവില്ല. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് വേണം, കലണ്ടർ എടുത്ത് കൃത്യമായിട്ട് ഏതൊക്കെ ദിവസം ഫംഗ്ഷൻ ഉണ്ടെന്ന് നോക്കി അതനുസരിച്ചൊരു പ്ലാൻ തയ്യാറാക്കുക. ഇനി സെക്കൻഡ് ടിപ്പ്, ഒരു ഫംഗ്ഷന് പോകുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഡ്രസ്സ് ചെയ്ത് പോകാന്നുള്ളത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ചിലവർ നന്നായി പ്ലാൻ ചെയ്ത് ഔട്ട്ഫിറ്റ് ഒക്കെ സെലക്ട് ചെയ്ത് അങ്ങനെയൊക്കെ പോകുന്നവരുണ്ട്. ചിലവർ അപ്പൊ എന്താ മൈൻഡിൽ തോന്നണേ അത് ഉപയോഗിച്ച് പോകുന്നവരുണ്ട്. ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലാണ്. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ഔട്ട്ഫിറ്റ് ഇട്ട് നല്ല രീതിക്ക് പോകണം എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നേരത്തെ കൂട്ടി ഒരു ഐഡിയ, നമ്മൾ എന്ത് ഔട്ട്ഫിറ്റ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പോകണത്, ഏത് ഡ്രസ്സാണ് ഞാൻ ആ ഒരു ഫംഗ്ഷൻ ഇടേണ്ടത് എന്നൊരു പ്ലാൻ നമ്മൾ ഉണ്ടാക്കുക. അപ്പൊ അതിന് നമ്മുടെ കയ്യിലുള്ള എല്ലാ പാർട്ടി വെയർ ആയിട്ടുള്ള ഡ്രസ്സുകളെല്ലാം തന്നെ നമ്മൾ എടുത്തു വെച്ച്, നമ്മുടെ ആയാലും മക്കളുടെ ആയാലും എടുത്തു വെച്ച് ഓരോ ഫംഗ്ഷന് ഏതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോണേന്ന് നേരത്തെ കൂട്ടി നിശ്ചയിക്കുക. ഇനി നമുക്ക് നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ, ഷോപ്പിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നേരത്തെ കൂട്ടി വാങ്ങാം. അല്ലെങ്കിൽ തയ്ക്കണം എന്നുണ്ടെങ്കിൽ അത് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് തയ്ക്കാനായിട്ട് കൊടുക്കുകയും വേണം. ഓൺലൈനിൽ ഓർഡർ ചെയ്യാൻ പോയാലും ഇത്രയും ദിവസത്തിന് ഉള്ളിൽ നമ്മൾ ഓർഡർ ചെയ്താൽ നമുക്ക് ടൈമിന് കിട്ടുള്ളൂ. അപ്പൊ അത് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി നമ്മുടെ കയ്യിലുള്ള ഡ്രസ്സാണ് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതെടുത്ത് ഒന്ന് ഇട്ട് നോക്കുക. അതിൽ എന്തെങ്കിലും ഓൾട്ടറേഷനോ കാര്യങ്ങളോ ഉണ്ടോ. നമ്മളിപ്പോൾ വണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഡ്രസ്സ് ഒന്ന് ലൂസ് ആക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ ക്ഷീണിച്ചു പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഷേപ്പ് ആക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ നമ്മൾ ഔട്ട്ഫിറ്റുകൾ നമ്മുടെ ആയാലും മക്കളുടെ ആയാലും ഒന്ന് ഇട്ട് നോക്കുന്നത് നല്ലതായിരിക്കും. കുട്ടികളായാലും വളരുന്ന പ്രായമാണ്. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു പാർട്ടി വെയർ ഡ്രസ്സ് ചിലപ്പോൾ എടുത്തിടുമ്പോൾ കുറെ കഴിഞ്ഞിട്ടാണ് ഒരു ഫംഗ്ഷൻ വരുന്നത്, അപ്പൊ ചിലപ്പോൾ ആകും കൂടി ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം നോക്കുക. ഔട്ട്ഫിറ്റ് തീരുമാനിക്കുക, അതിന് റിപ്പയർ ഒക്കെ ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്ത് വെക്കാം. നമ്മൾ ഏത് ഫുഡ് വെയർ ആണ് യൂസ് ചെയ്യാൻ പോണേന്ന് നേരത്തെ കൂട്ടിയും ചെക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ ഫംഗ്ഷനൊക്കെ വരുമ്പോഴാവും ചിലപ്പോൾ നല്ല ഹൈ ഹീൽസോ പാർട്ടി വെയർ ചെരുപ്പുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യാം. കുട്ടികളായാലും ചിലപ്പോൾ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും, നമ്മൾ എപ്പോഴും ഇടുന്നതായിരിക്കില്ല. അപ്പൊ നമ്മളതൊന്ന് എടുത്ത് നോക്കുക, അതിന് കംപ്ലൈന്റ് ഉണ്ടോ, ഡാമേജ് ആണോ, അത് കേടായിട്ടുണ്ടോ എന്നൊക്കെ. കാരണം ചിലപ്പോൾ നമ്മൾ ഇട്ടിട്ട് ആ ഫംഗ്ഷന് പോയി കുറച്ചു നേരം കഴിയുമ്പോഴാവും അത് പൊളിയുക, ചിലപ്പോൾ അത് പഴക്കം വന്നിട്ട് ഇരുന്നിട്ടുള്ള അങ്ങനത്തെ പ്രശ്നങ്ങൾ. അപ്പൊ അതെടുത്ത് നമ്മൾ നേരത്തെ കൂട്ടിന്ന് ചെക്ക് ചെയ്യുക, ചെരുപ്പ് ഓക്കെ ആണോ, അത് കുഴപ്പമൊന്നും ഇല്ലല്ലോ, എന്തെങ്കിലും റിപ്പയർ ചെയ്യണോ അല്ലെങ്കിൽ പുതിയത് വാങ്ങണോ എന്നൊന്നും അറിയണമെങ്കിൽ അത് ചെക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നേരത്തെ കൂട്ടി അതൊക്കെ ചെയ്ത് വെക്കും. അപ്പൊ ഫേഷ്യലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ നിങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോവാണെന്നുണ്ടെങ്കിൽ ഒരു 3 ദിവസം മുൻപെങ്കിലും ഫേഷ്യലും കാര്യങ്ങളൊക്കെ ചെയ്താലാണ്, അത് 2 ദിവസം എടുക്കും അതൊന്ന് സെറ്റായി നമ്മുടെ മുഖത്തേക്ക് ആ ഒരു ഗ്ലോ ഒക്കെ വരാൻ. അപ്പൊ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പെഡിക്യൂറോ മാനിക്യൂറോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് നേരത്തെ ചെയ്യാം. ഇനി അതൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല, ഒരു ത്രെഡിങ് ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും തലേ ദിവസം തന്നെ അതൊക്കെ ചെയ്യാം. ഫംഗ്ഷന്റെ അന്ന് രാവിലെ പോയി ചെയ്ത് ഒക്കെ വരുമ്പോൾ റെഡ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഭയങ്കര വൃത്തിയോട് ഫീൽ ചെയ്യും. അപ്പൊ തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ നേരത്തെ കൂട്ടി ചെയ്യാം. പിന്നെ നമ്മൾ ഒരു ഫംഗ്ഷന് പോകുന്നതിന്റെ തലേദിവസം തലമുടിയുമ്പോൾ ഒരുപാട് ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഫംഗ്ഷന് ചിലപ്പോൾ മുടി നമ്മൾ വാഷ് ചെയ്ത ഓയിലിന്റെ ഇത് നിൽക്കുകയാണെങ്കിൽ ആ ഒരു ഭംഗി നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഹെയർ ഓയിലൊക്കെ കളഞ്ഞ് ഷാമ്പൂ ഒക്കെ ചെയ്ത് നല്ല സെറ്റ് ചെയ്തിട്ട് ഹെയർ സെറ്റ് ചെയ്യണ കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ നമുക്ക് പ്ലാൻ ചെയ്ത് ചെയ്യാം. ഇനി ഫിഫ്ത്ത് ടിപ്പ്, നമ്മൾ ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്ത് തലേ ദിവസം തന്നെ നമ്മൾ ഇടാൻ പോകുന്ന ഔട്ട്ഫിറ്റും കാര്യങ്ങളും, അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ആക്സസറീസ്, പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള മേക്കപ്പ് എന്നിങ്ങനെയുള്ളതെല്ലാം തന്നെ നമ്മൾ നേരത്തെ കൂട്ടി നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പൊ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഡ്രസ്സൊക്കെ നമ്മൾ നേരത്തെ കൂട്ടി ഇട്ട് നോക്കിയൊക്കെ സെറ്റ് ആണല്ലോ, അപ്പൊ അതൊക്കെ അയൺ ചെയ്ത് ഒരു സ്ഥലത്ത് ഹാങ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഓർണമെന്റ്സ് അതിന് മാച്ചിങ് ആയതൊക്കെ ഒന്ന് വെച്ച് നോക്കി അതും സെറ്റ് ചെയ്ത് വെക്കുക. ഇനി ഗോൾഡ് ഓർണമെന്റ്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ലോക്കറിലൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ എടുത്ത് കൊണ്ടുവരാൻ മറക്കരുത്. ആ നേരത്തെ പിന്നെ ആലോചിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നേരത്തെ കൂട്ടി സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ മേക്കപ്പ് ഐറ്റംസ് എല്ലാം തന്നെ ഒരു ട്രേയില് നിങ്ങളെല്ലാം എടുത്ത് ഇങ്ങനെ വെക്കുക. അപ്പൊ നമുക്ക് ആ പോകുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ അതൊക്കെ ഉപയോഗിക്കാം. തിരിച്ച് ആ ട്രേയിൽ വെച്ചിട്ട് പോവാം. വന്നു കഴിയുമ്പോൾ നമ്മുടെ ഷെൽഫിലോട്ട് ഒതുക്കി വെക്കാനും പറ്റും. അതുപോലെ കൊച്ചുകുട്ടികളും ഉപയോഗിക്കുന്ന, പെൺകുട്ടികളൊക്കെ പ്രത്യേകിച്ച് ആക്സസറീസ് ഒക്കെ ഡ്രസ്സിന് മാച്ചായിട്ട് യൂസ് ചെയ്യലോ, അതെല്ലാം തന്നെ തലേ ദിവസം എല്ലാതും വെക്കുക. നമുക്ക് കൊണ്ടുപോകേണ്ട ഈച്ച് ആൻഡ് എവറിത്തിങ് തലേ ദിവസം സെറ്റ് ചെയ്ത് വെച്ചാൽ രാവിലെ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക്
റെഡി ആയിട്ട് പോകാനായിട്ട് പറ്റും. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് കൃത്യമായിട്ട് പാക്ക് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളത്. അപ്പൊ ഒരു അമ്മയായി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു അച്ഛനായി കഴിയുമ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് കുട്ടിയെ നമ്മൾ ഏതൊരു ഫംഗ്ഷന് പോയാലും കൊച്ചു കുട്ടികളാണെങ്കിൽ അവർക്ക് നമ്മൾ നല്ല പ്രിഫറൻസ് കൊടുക്കണം, അവരെ കെയർ ചെയ്യണം. മാത്രമല്ല അവർക്ക് വേണ്ടി എല്ലാതും നമ്മൾ കയ്യിൽ കരുതുകയും വേണം, അല്ലെങ്കിൽ നമുക്കും കൂടി ആ ഫംഗ്ഷൻ മര്യാദയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഒരു ബാഗില് കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും, അവർക്കുള്ള ഫുഡ് ആയിക്കോട്ടെ, അവർക്കുള്ള എന്തെങ്കിലും കുഞ്ഞൊരു ഉടുപ്പായിക്കോട്ടെ, ഇപ്പൊ എന്തെങ്കിലുമൊക്കെ വന്നാൽ ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സ്, അങ്ങനെയുള്ള എല്ലാതും നമ്മുടെ ബേബി ബാഗിൽ സെറ്റ് ചെയ്ത് വെക്കണം. ഡയപ്പർ എന്തെങ്കിലുള്ളത്, അപ്പൊ പാല് കുടിക്കുന്നുണ്ടെങ്കിൽ അത്, ഇല്ലെങ്കിൽ പാൽപ്പൊടി നമ്മൾ കൈ വെക്കണമെങ്കിൽ അത്, അങ്ങനെയുള്ള എല്ലാതും നമ്മുടെ ബാഗിൽ തലേ ദിവസം തന്നെ സെറ്റ് ചെയ്തിട്ട് വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതൊന്നും കിട്ടില്ല. മാത്രമല്ല നമ്മൾ കുഞ്ഞിന്റെ അടുത്ത് ദേഷ്യപ്പെട്ടൊരു കാര്യമില്ല, നമ്മൾ പ്രോപ്പർ ആയിട്ട് അതൊന്നും അറേഞ്ച് ചെയ്യാത്തതുകൊണ്ടാണ് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ആ ടെൻഷൻ നമ്മൾ തന്നെ വരുത്തി വെക്കുന്നതാണ്. ഒരു ബേബി ബാഗിൽ ഇതെല്ലാം തന്നെ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ നമുക്കും ടെൻഷനില്ല, കുഞ്ഞിനും വിഷമമില്ല. പിന്നെയുള്ള ഒരു കാര്യം, കൊച്ചുകുട്ടികളുള്ള പാരന്റ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു എക്സ്ട്രാ ഡ്രസ്സ് എപ്പോഴും നമുക്ക് കയ്യിൽ കരുതാം. പ്രത്യേകിച്ച് ഇപ്പൊ എനിക്കും വെക്കും, എന്റെ 2 മക്കൾക്കും വെക്കും. കാരണം ഞാൻ എന്റെ മക്കളെ ചിലപ്പോൾ മടിയിലൊക്കെ ചെറുതായിരിക്കും, അവർ മടിയിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ ഇരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ അടുത്തായിരിക്കും അവർ ഇരിക്കുക. ചിലപ്പോൾ യാത്ര ചെയ്യുമ്പോൾ അവർ ചിലപ്പോൾ ഉറങ്ങിപ്പോകും, അപ്പൊ നമ്മുടെ മടിയിലൊക്കെ കിടക്കും. അപ്പൊ എന്താന്ന് വെച്ചാൽ ചില കുട്ടികൾക്ക് യാത്ര ചെയ്യുമ്പോൾ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ആർക്കായാലും. അപ്പൊ അങ്ങനെ ഉള്ള കുട്ടികളാണെങ്കിൽ നമ്മുടെ പോലെ അവർക്ക് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ, അത് പറയാനോ അവർക്ക് അറിയില്ല. അങ്ങനെ വരുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ അവരറിയാതെ നമ്മുടെ ഡ്രസ്സുമേലൊക്കെ എന്തെങ്കിലും വോമിറ്റ് ചെയ്യുക, അങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നാലും അവരുടെ ഡ്രസ്സുമേക്ക് ആയ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ പിന്നെ ഉപയോഗിക്കാൻ ഒരു ഡ്രസ്സ് ഇല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും, വഴിയിൽ ഇറങ്ങി വാങ്ങാൻ നിൽക്കണം, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ എപ്പോഴും നമ്മളൊരു എക്സ്ട്രാ ഡ്രസ്സ് കൊച്ചു കുട്ടികളായിരിക്കും പ്രത്യേകിച്ച് അതിന് വേണ്ടിയിട്ട് കയ്യിൽ കരുത്. ഇപ്പൊ യാത്രയ്ക്ക് പോകുമ്പോൾ ഞാൻ എന്റെ മക്കൾക്ക് മാത്രമാണ് ഒരു എക്സ്ട്രാ ഡ്രസ്സ് വെക്കാറുള്ളൂ, എനിക്ക് വെക്കാറില്ല. കാരണം അവർ വലുതായി അവർ പറയും എനിക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്, വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്യും എന്നൊക്കെ പറയും. പക്ഷെ കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ അവരങ്ങനെ പറയില്ല. അപ്പൊ നമുക്കത് മനസ്സിലാക്കി ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതുന്നത്. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നവരാണ്, സ്ഥിരമായിട്ട് ഇങ്ങനത്തെ പ്രശ്നമുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ടാബ്ലറ്റ് വാങ്ങാൻ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ യാത്ര ചെയ്യുന്നതിന്റെ ഒരു അരമണിക്കൂർ മുമ്പ് ടാബ്ലറ്റ് കൊടുത്തിട്ട് ഫുഡ് കഴിച്ചിട്ട് യാത്ര ചെയ്യാം. അപ്പൊ ഈ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവില്ല. മാത്രമല്ല പ്ലാസ്റ്റിക് കവറുകളും പിന്നെ ഒരു ടവലും കയ്യിൽ എന്ത് തന്നെ ആയാലും കരുതുക. അപ്പൊ ഇതൊക്കെ ഞാൻ വർഷങ്ങളായിട്ട് എന്റെ കയ്യിൽ എപ്പോഴും ഞാൻ വെക്കുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നതാണ്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ടെൻഷൻ ഇല്ലാതിരിക്കാൻ ഇതൊക്കെ നമ്മുടെ കയ്യിൽ കരുതിയാൽ നമുക്കൊരു ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം. നമ്മൾ ഏതൊരു വാഹനത്തിലാണ് പോണെന്നുണ്ടെങ്കിൽ, ബൈക്കിലായാലും കാറിലായാലും ഒക്കെ പോണെന്നുണ്ടെങ്കിൽ നേരത്തെ കൂട്ടി നമ്മുടെ കാറിന്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. ലോങ് ട്രാവൽ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കാറിന്റെ ടയർ ലെയർ ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ പെട്രോളും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നേരത്തെ കൂട്ടി നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ യാത്ര പോകുന്ന സമയത്ത് നമുക്ക് ടൈം വേസ്റ്റേജ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങുന്ന ടൈം അതനുസരിച്ച് നേരത്തെ ഇറങ്ങണം. കാരണം പെട്രോളൊക്കെ അടിച്ച് പിന്നെ അവിടെ എത്തുമ്പോൾ സമയം എടുക്കും. അപ്പൊ മക്കളൊക്കെ ആയിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് ഒരുമിച്ച് യാത്ര ചെയ്യുന്ന സമയത്ത് എല്ലാവരും റെഡി ആയിട്ട് കറക്റ്റ് ഇറങ്ങി കഴിഞ്ഞ് പിന്നെ ഓരോ കാര്യങ്ങൾക്കും ഇങ്ങനെ വണ്ടി സ്റ്റോപ്പ് ചെയ്ത സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ ടൈമും പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ നേരത്തെ കൂട്ടി നമ്മുടെ കാർ ആയാലും അല്ലെങ്കിൽ നമ്മുടെ ബൈക്ക് ആയാലും ചെക്ക് ചെയ്ത് പെട്രോളും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ ഒരു ടെൻഷൻ നമുക്ക് ഒഴിവാക്കാം, ടൈം വേസ്റ്റേജും ഉണ്ടാവില്ല. ടൈം മാനേജ്മെന്റ് ആണ്. നമ്മളൊരു ഫംഗ്ഷന് പോകുന്ന സമയത്ത് നമുക്ക് ടെൻഷൻ ഇല്ലാണ്ടിരിക്കണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സമയം കൃത്യമായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളത്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് റെഡി ആയിട്ട് പോകാന്ന് വെച്ചാൽ അത്ര ബുദ്ധിമുട്ടില്ല. പക്ഷെ കുട്ടികളായിട്ട് പോകുന്ന സമയത്ത് കുറച്ച് സമയമൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യണം. അതിന് തലേ ദിവസം തൊട്ടേ നമ്മുടെ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അതായത് തലേ ദിവസം നമ്മൾ നേരത്തെ തന്നെ കിടന്നുറങ്ങണം. ഉറക്കം കറക്റ്റ് ആയാലാണ് നമുക്കായാലും കുട്ടികൾക്കായാലും ഒരു മൈൻഡിന് ഒരു ഫ്രീ ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഉറങ്ങിയിട്ടില്ലെങ്കിൽ രാവിലെ കുട്ടികളായാലും ഭയങ്കര വാശിയായിരിക്കും, നമുക്കും ഒരു സുഖം ഉണ്ടാവില്ല. നന്നായിട്ട് ഉറങ്ങി എഴുന്നേൽക്കുക. പിന്നെ നമ്മൾ റെഡി ആവാൻ എടുക്കുന്ന സമയം എത്രയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. അപ്പൊ എനിക്ക് റെഡി ആവാൻ എത്ര സമയം വേണം, കുഞ്ഞുങ്ങളെ റെഡിയാക്കാൻ എത്ര സമയം വേണം, അവർക്ക് ഇനി പാല് കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം, അതൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ട് തന്നെ നമുക്ക് ഒരു യാത്രയ്ക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊക്കെ എത്ര സമയം എനിക്ക് വേണമെന്ന് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് അത് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നേരത്തെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ടെൻഷൻ ഇല്ലാതെ റെഡി ആവാൻ പറ്റും. പോണതിന്റെ ഒരു 15 മിനിറ്റ് മുൻപെങ്കിലും നമ്മൾ റെഡി ആയിട്ടുണ്ടാവും. അപ്പൊ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ എത്ര മണിക്കാണ് ആ ഒരു സ്പോട്ടിൽ എത്തുക എന്നുള്ളത് നമുക്ക് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തേക്കുള്ള വഴിയും അവിടേക്ക് എത്താനുള്ള ടൈമും നമുക്ക് കിട്ടൂല. അപ്പൊ ആ ടൈം നമുക്ക് അത്രയും ടൈമിനുള്ള അങ്ങോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോൾ റെഡി ആയി തുടങ്ങണം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കണം. അപ്പൊ പ്ലാൻ ചെയ്ത് അതനുസരിച്ചൊക്കെ റെഡിയായി ആ ഒരു ഫംഗ്ഷന്റെ സ്ഥലത്തേക്ക് കൃത്യമായ സമയത്ത് ഇറങ്ങി കറക്റ്റ് ടൈമിൽ എത്തുക എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ നമുക്ക് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളുള്ള പാരന്റ്സിനായാലും എന്തായാലും പ്ലാൻ അനുസരിച്ച് ഒരുവിധം എത്താൻ പറ്റും. പിന്നെ ചില സമയത്തൊക്കെ നമ്മളെ പ്ലാൻ പോലെ നടന്നൊന്നും വരില്ല. കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ അത് പിന്നെ നമ്മുടെ ടൈം ഒക്കെ അതിൽ പോവും. എന്നാലും ഒരുവിധം നമ്മൾ പ്ലാൻ ചെയ്താൽ സെറ്റായിട്ട് നമുക്ക് ആ ഒരു ഫംഗ്ഷന്
സമയത്തിന് എത്താനായിട്ട് പറ്റും. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കൂടെ കുട്ടികളുണ്ട്. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് അവർക്ക് പല അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അവർ കുഞ്ഞുങ്ങളാണ്, അത് നമ്മൾ മനസ്സിലാക്കാൻ വേണം. ഒരു ഫംഗ്ഷൻ എത്തിക്കഴിഞ്ഞാലും ചിലപ്പോൾ അവർക്ക് അവിടുത്തെ അന്തരീക്ഷം ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അവർ വാശി പിടിക്കും, കരയും. ചിലപ്പോൾ മറ്റുള്ളവരൊക്കെ വന്ന് എടുക്കുമ്പോൾ അവർക്ക് അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല. ആ ഒരു ഫാക്ട് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് അറിയാലോ അവരുടെ ക്യാരക്ടർ എങ്ങനെയാണെന്ന്. ഒരു ഫംഗ്ഷൻ പോകുമ്പോൾ തന്നെ നമ്മളത് മനസ്സിലാക്കുക. കാരണം അവർ ഒരു ഏജ് മാറി കഴിയുമ്പോൾ ഈ ബുദ്ധിമുട്ടുകളൊക്കെ കുറയും. കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോഴാണ് കുറച്ച് ബുദ്ധിമുട്ട്. ആ ഒരു ഏജ് കഴിയുമ്പോൾ ഒരു 3 വയസ്സ് 4 വയസ്സൊക്കെ ആകുമ്പോൾ അവരുടെ കുറേ കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരും. വലുതാവും തോറും ഒരുപാട് മാറ്റങ്ങൾ അവർക്ക് വരും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കുറച്ച് ഈ സമയത്തെ കാലഘട്ടമാണ് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുള്ളൂ. അപ്പൊ അത് ആലോചിച്ച് ടെൻഷൻ അടിക്കുക, അയ്യോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ള കുട്ടിയുടെ വാശി കാരണം. ഇതൊന്നും ആലോചിക്കാതെ കുട്ടികളാണ്, അവർ വാശി പിടിക്കും, കരയും, അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നാലും മൈൻഡ് നെഗറ്റീവ് ആവാതെ പോസിറ്റീവായിട്ട് ഒരു ഫംഗ്ഷൻ പോവുകയാണെങ്കിൽ ഒരുവിധം കുട്ടികൾ നല്ല രീതിക്ക് ഇരിക്കാറുണ്ട്. അപ്പൊ എന്റെ മക്കൾക്കൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ ഒരു പ്ലാനൊക്കെ ചെയ്തു പോകുന്നുണ്ട്. ഒരുവിധം എല്ലാ ഫംഗ്ഷനും ഒരു നമുക്ക് വലിയ പ്രശ്നമില്ലാതെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അത് വിചാരിച്ച ഓവർ ടെൻഷനൊന്നും ഞാൻ ആ സമയത്ത് അടിച്ചിട്ടില്ല. അത് ഇതിന്റെ ഭാഗമാണ്. അവർ വലുതായി കഴിഞ്ഞപ്പോൾ അതൊക്കെ ഒരു മെമ്മറീസ് ആയി മാറി എന്നുള്ളതാണ് സത്യം. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഈ ടിപ്സും ട്രിക്സും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയണം. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എന്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.